ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1കാരുടെയും +2കാരുടെയും ക്രിസ്മസ് എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു +2കാർക്ക് ഹിന്ദി എങ്ങാണ്ടാണ് ഇനി ബാലൻസ് നിൽക്കുന്നതല്ലേ. അപ്പോൾ ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് വരിക. എല്ലാവരും അടിച്ചു പൊളിക്കൂ. പക്ഷേ നമ്മളിനി നെക്സ്റ്റ് വീക്ക് മുതലെങ്കിലും ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇനി നമുക്കറിയാം നമ്മുടെ പബ്ലിക് എക്സാമിന് അധികം ഭയങ്കരമായിട്ട് ദിവസങ്ങളൊന്നുമില്ല. ആകപ്പാടെ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ തന്നെയാണുള്ളത്. ഈ ജനുവരിയുടെ ഫെബ്രുവരിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഈ ജനുവരിയിലുണ്ടല്ലോ പല സ്കൂളുകളിലും സ്കൂൾ തലത്തിലുള്ള റിവിഷൻ സീരീസുകളും ടെസ്റ്റ് പേപ്പറുകളും ഒക്കെ ആരംഭിക്കാറായിട്ടുണ്ടാവും. പിന്നെന്താ, ചിലയിടത്താണെങ്കിൽ പ്രീ മോഡൽ എക്സാം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫെബ്രുവരി ആകുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് നടത്തുന്ന നമ്മുടെ മോഡൽ എക്സാമും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇനി വരുന്നത് മൊത്തം ഇനി ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെയും കാണും ഒരു ലോഡ് എക്സാമുകൾ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളെന്ന് പറയുമ്പോൾ ഫുള്ള് നമുക്ക് എക്സാംസും റിവിഷൻസും ടെസ്റ്റ് പേപ്പറും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കണം, ആകെ ഒരു തിരക്കും മൊത്തത്തിൽ അങ്ങനെ ഒരു ഫേസ് ആയിരിക്കും ഇനി നമുക്ക് വരുന്നുണ്ടാവുക. സോ നമ്മൾ എങ്ങനെയാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ ഇനി പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ പറയുന്ന കാര്യം, നമ്മളിനി പഠിക്കാൻ എന്തായാലും റെഡി ആവണം. ഓക്കെ, കാരണം ഇനി നമുക്ക് ഇതുവരെ ക്രിസ്മസ് എക്സാമിന് വരെ എന്ത് പഠിച്ചു എന്നുള്ളതൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല. അതുവരെ നിങ്ങൾ പഠിക്കാത്തവരായിക്കോട്ടെ ഉഴപ്പിയ ആൾക്കാരായിക്കോട്ടെ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇനി നമ്മളങ്ങോട്ട് ഉഴപ്പാണ്ട് മടിക്കാണ്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഇതുവരെ പഠിച്ചു വരുന്നവരാണെങ്കിൽ അതുപോലെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷേ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്കതിനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, കാരണം ഇനി നമുക്കങ്ങനെ എന്താ പറയുക, നമുക്കങ്ങനെ മാറ്റി വയ്ക്കാനുള്ള ടൈമൊന്നും നമ്മുടെ കയ്യിൽ ഇനി നമുക്ക് നിലവിലില്ല. ഇപ്പം നമ്മൾ കറക്റ്റ് സമയമാണ്. നമ്മൾ തീരെ വൈകിട്ടുമില്ല, നമ്മൾ തീരെ നേരത്തെയോ അല്ല, കറക്റ്റ് ടൈമാണ്. ഇനി നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, നമുക്കൊരു A+ ലെവലിലൊക്കെ എന്തായാലും എത്താൻ പറ്റും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പോൾ +1 ആയിക്കോട്ടെ +2കാരായിക്കോട്ടെ, നമുക്കിനി ക്രിസ്മസിന് ശേഷം വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിന് ശേഷം വരുന്ന, അപ്പോൾ എല്ലാ വിഷയത്തിലും ഒരു 3-4 ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും ഇനി ബാക്കി നിൽക്കുന്നുണ്ടാവുക. ആ ചാപ്റ്റേഴ്സ് എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുക. ഓക്കെ, കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ചാപ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്രഷ് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനി നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് മുതൽ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ മടുപ്പുള്ള കാര്യമാണ്, എനിക്കറിയാം. കാരണം പഠിച്ചതൊക്കെ വീണ്ടും ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലൊന്ന് ഓർക്കുക, പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യം എക്സാം ടൈം ആകുമ്പോൾ മറന്നു പോകുന്നത് ഈ റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫുള്ളി ഇരുന്ന് A to Z കാര്യങ്ങൾ വായിക്കുക എന്നുള്ളതല്ല റിവിഷൻ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പോകുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും വായിച്ച് മനസ്സിലാക്കി നോക്കുക എന്നുള്ളത്. നമ്മളവിടെ റിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒക്കെ എനിക്ക് റീകളക്ട് ചെയ്ത് എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തി എടുക്കാനാണ് നമ്മൾ റിവിഷനിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാണ്ട് വീണ്ടും ഇരുന്ന് ആദ്യം പഠിച്ചൊരു ഇൻറ്റൻസിറ്റിയോട് കൂടി ഇരുന്ന് പഠിക്കലല്ല റിവിഷൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഓർത്ത് പോവുകയാണ് ഈ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ആ ചാപ്റ്ററിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയുകയും വേണം. ആ ഒരു രീതിക്കാണ് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നോട്ട് തന്നെ മതിയാവും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ടെസ്റ്റ് പേപ്പറുകളും പരീക്ഷകളൊക്കെ നമുക്ക് ഇനി അറ്റൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ അതിപ്പോൾ നമ്മുടെ ഒരു ടീച്ചർ വയ്ക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പർ ആയിക്കോട്ടെ, എങ്ങനെയുള്ളതായിക്കോട്ടെ, അതൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മാരക പ്രിപ്പറേഷനൊക്കെ നടത്തണമെന്നല്ല പറയണേ. അതിൻ്റെ തലേദിവസമെങ്കിലും ജസ്റ്റ് ഒന്ന് എന്താണ് നാളെ പരീക്ഷയ്ക്കുള്ളത് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പോവുക. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം, നമുക്ക് പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നമുക്ക് എഴുതി കൂടി ഒരു പ്രാക്ടീസ് വേണം. എങ്കിലേ നമുക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് 8 മാർക്കിൻ്റെ essay ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ടൈം മാനേജ് ചെയ്യാനും മാർക്കിനനുസരിച്ച് എഴുതാനും നന്നായിട്ട് ആൻസർ ക്വാളിറ്റിയോട് കൂടി എഴുതാനും ഒക്കെ നമുക്ക് കണ്ടൻറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അത് നമുക്ക് ഇനി എന്താ പറയുക, ഇനി നമുക്ക് പഠിക്കാനേ സമയമുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്ത് കൂടി ചെയ്യാൻ ഉള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്ക് ആ പ്രാക്ടീസ് നമുക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഈ പരീക്ഷകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. സ്കൂൾ തലത്തിലും ട്യൂട്ടോറിയലൊക്കെ വയ്ക്കുന്ന പരീക്ഷകൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചിട്ട് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ്, പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. എഴുതുമ്പോൾ നമ്മുടെ റിവിഷനും അവിടെ നടക്കും. അത് മാത്രമല്ല, നമുക്ക് ആ എഴുതിയുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ടൈം മാനേജ് ചെയ്യാനും കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ അലൈൻ ചെയ്ത് നടക്കുന്നുണ്ടാവും. ഓക്കെ,
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് വിഷയങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, കാരണം പലപ്പോഴും ലാസ്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞായിരിക്കും കൊണ്ടുവയ്ക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് പഠിക്കുന്നവരായിക്കോട്ടെ, എന്ത് ചെയ്യുക, ലാംഗ്വേജുകൾ കൂടി നമ്മൾ ഈ സബ്ജക്റ്റ് വിഷയങ്ങളോടൊപ്പം ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ആ സമ്മറി എങ്കിലും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ, ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമ്മറി എങ്കിലും നമ്മൾ പഠിച്ചു പോവുക. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ ഗ്രാമർ നമ്മൾ എന്തായാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നമ്മൾ പഠിക്കണം. ഓക്കെ, മീൻസ് പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് എങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകുക. അല്ലാണ്ട് ഫുള്ളി സ്കിപ്പ് ചെയ്തിട്ട് ആരും പോകരുത് ഗ്രാമറിൽ. കാരണം എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്കിലും പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഗ്രാമർ ഇപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ മീൻസ് നല്ല പ്രൊഫഷ്യൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇപ്പോൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുള്ളതാണെങ്കിൽ വേറെ പ്രശ്നമില്ല. പക്ഷേ ഒന്നും അറിഞ്ഞൂടാത്തവരൊക്കെ ആണെങ്കിൽ ഗ്രാമർക്ക് ഇപ്പോൾ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. കാരണം അവസാനം നമുക്ക് പോയി പഠിക്കാമെന്ന് വെച്ചാൽ അതൊന്നും അങ്ങനെ അവസാന നിമിഷത്തിൽ തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റുന്ന പരിപാടികളല്ല. കാരണം നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് ഏത് ചോദ്യം വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രാമറിൻ്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ്, നമ്മുടെ എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ കുറേ ഗ്രാഫുകൾ വരച്ച് പഠിക്കാനുണ്ട്, കണക്കുകൾ ചെയ്ത് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതുകൂടി ഇപ്പോൾ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ചെയ്തും വരച്ചും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്നറിയോ, കാരണം ഇതിനൊക്കെ ടൈം എടുക്കുന്ന കാര്യമില്ല. നമ്മൾ വേറെ ഒരു ബുക്ക് എടുക്കുന്നു, അതിൽ ഈ വരച്ച് പഠിക്കുന്നു, കണക്ക് ചെയ്ത് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടൈം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നമ്മൾ ചെയ്ത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിമിഷം നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കാരണം ലാസ്റ്റ് നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു ടൈം, ഇത്രത്തോളം ടൈം നമുക്ക് ലാസ്റ്റ് ആ ഒരു എക്സാം ടൈമിലൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം പ്ലസ് ടു കാരോടാണ്. പ്ലസ് ടു കാരിൽ എന്താ പറയുക, ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊന്നും ശ്രദ്ധിക്കുക. അത് ഒരു ഇരട്ടിപ്പണിയാണ്, എനിക്കറിയാം അത് കറക്റ്റായിട്ട്. +2ഉം +1ഉം ഒക്കെ കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർ ആ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിഷയം ഏതാണോ അതെന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇനി നമ്മളതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, ജസ്റ്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പ്രത്യേകിച്ചും ജയിക്കാനൊക്കെ എഴുതുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ എല്ലാം കൂടി ഇരുന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ഒന്നാമത് പഠിച്ചതുകൂടി നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, കാരണം ഒരു വർഷം ആയിട്ടില്ല ഗ്യാപ്പ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ വിഷയത്തിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കി അതാദ്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിലോട്ട് പഠിക്കാൻ പോവുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളിനി എപ്പോഴും ചിന്തിക്കുക, ഇനി നമുക്ക് എക്സാമിന് അധികം ടൈമൊന്നുമില്ല, നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ടൈം മതി, ഇത് മതി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? അപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പഠിച്ചു പോയിക്കോളൂ. ഇനി ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇപ്പം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഇനി നോക്കി നിൽക്കണ്ട, ഇപ്പം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ. മീൻസ് ഒരു നെക്സ്റ്റ് വീക്കിലെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇതിനെപ്പറ്റി ചിന്തിച്ചും ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തും തുടങ്ങണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ലാസ്റ്റ് നല്ലൊരു റിസൾട്ടിലോട്ട് എത്താൻ പറ്റൂ. നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ റിസൾട്ട് വരുന്നത് +1 ആണെങ്കിലും +2 ആണെങ്കിലും ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലായിരിക്കുമല്ലോ വരിക, ഏത് ദിവസം വന്നാലും. ആ ഒരു ടൈമിൽ നമ്മൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. കാരണം ആ സൈറ്റ് മൊത്തത്തിൽ ഹാങ് ആയിട്ട് ഇങ്ങനെ ലോഡിങ് ആയിക്കൊണ്ട് നിൽക്കും, കറങ്ങിയായിരിക്കും നെറ്റ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ക്രൂശിക്കാൻ വേണ്ടി നിർത്തുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ ടെൻഷനായിരിക്കും, തൊട്ടടുത്ത് തന്നെ പാരൻസ് ഉണ്ടാവും, സിബ്ലിങ്സ് ഉണ്ടാവും, പിന്നെന്താ പല റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഒന്ന് കാണണം കേട്ടോ. കാരണം അതാണ് എനിക്ക് തോന്നുന്നു അതൊരു വ്യക്തിയും ജീവിതത്തിൽ മറക്കത്തില്ല, ആ റിസൾട്ട് വരുന്ന ഒരു ഡേ. കാരണം അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതുവരെ ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ ഉള്ളൊരു പ്രതിഫലം കിട്ടുന്ന ഒരു ടൈമാണല്ലോ ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴേ മനസ്സിലാക്കുക. അങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ലോഡായി വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങണം. അത്രേ എനിക്കുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചാനലിലും ഇനി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇമ്പ്രൂവ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെന്താ, ഇനി എല്ലാവരും പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് വരട്ടെ. നമുക്ക് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാം, പരിശ്രമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അതേ ഇനി നടക്കുള്ളൂ. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.